വിശദമായി നോക്കാം. പ്ലാച്ചിമട നഷ്ടപരിഹാര ട്രിബ്യൂണൽ ബിൽ നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് പാലക്കാട് കളക്ടറേറ്റിലേക്ക് മാർച്ച്. പ്ലാച്ചിമട സമരസമിതിയുടെ നേതൃത്വത്തിൽ കണ്ണു മൂടിക്കെട്ടിക്കൊണ്ടാണ് സമരക്കാർ മാർച്ച് നടത്തിയത്. പ്ലാച്ചിമട നഷ്ടപരിഹാര ട്രിബ്യൂണൽ ബിൽ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് നടക്കുന്ന രണ്ടാം ഘട്ട സമരം 100 ദിവസം പിന്നിട്ടിട്ടും സർക്കാർ മൗനം പാലിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് കണ്ണും മൂടിക്കെട്ടി സമരക്കാർ മാർച്ച് നടത്തിയത്. പ്ലാച്ചിമടയിൽ ജലചൂഷണം നടത്തിയ കൊക്കക്കോളയെ സഹായിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് സമരക്കാർ ആരോപിച്ചു. സർക്കാർ കോളയുടെ മുമ്പിൽ, കോർപ്പറേറ്റിന് മുമ്പിൽ, കുത്തകളുടെ മുമ്പിൽ മൗനം ഭജിക്കുന്നു. കോളയുടെ കങ്കാണിമാരി ഏജന്റുമായി മാറിയിരിക്കുന്നു. സർക്കാർ കണ്ണടച്ചിരിക്കുകയാണ് കോളയുടെ മുമ്പിൽ വീരുക്കളെ പോലെ. പ്ലാച്ചിമടക്കാർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഒന്നാം പിണറായി സർക്കാർ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയില്ലാതെ വന്നതോടെയാണ് പ്ലാച്ചിമടയിൽ സമരസമിതി അനിശ്ചിതകാല സത്യാഗ്രഹ സമരം തുടങ്ങിയത്. 100 ദിവസമായിട്ടും സമരക്കാരോട് ഒരു ചർച്ചയ്ക്ക് പോലും സർക്കാർ തയ്യാറാകാതെ വന്നതോടെ പ്രക്ഷോഭം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് സമരസമിതി. ന്യൂസ് 18 പാലക്കാട്. വയനാട് കളക്ടറേറ്റ് പടിക്കൽ ആക്ഷൻ കമ്മിറ്റി കിടപ്പു സമരം തുടങ്ങി. വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മടക്കിമലയിൽ സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. 6ാം ഘട്ട സമരത്തിന്റെ ഭാഗമായാണ് കിടപ്പു സമരം. മലപ്പുറം വേങ്ങര ഗേൾസ് സ്കൂളിലെ അധ്യാപിക ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സഹപ്രവർത്തകരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തു. വേങ്ങര ഗേൾസ് സ്കൂളിലെ അധ്യാപകൻ കോഴിക്കോട് പയ്യോളി സ്വദേശി രാംദാസ് ആണ് അറസ്റ്റിലായത്. സ്കൂളിലെ അധ്യാപിക ബൈജു കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ജീവനൊടുക്കിയത്. സാക്ഷിമൊഴികളുടെയും ബൈജുവിന്റെ ഡയറി കുറിപ്പുകളിലും പരിശോധിച്ചതിന്റെയും അടിസ്ഥാനത്തിലാണ് നടപടി. രാംദാസ് കാരണമുണ്ടായ മാനസിക സമ്മർദ്ദത്തിലാണ് അധ്യാപിക ജീവനൊടുക്കിയതെന്ന് പോലീസ് കണ്ടെത്തി. മലപ്പുറം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കോഴിക്കോട് കോതിയിൽ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മാണത്തിനെതിരെ ജനകീയ പ്രതിഷേധം. പോലീസ് സുരക്ഷയിൽ ചുറ്റുമതിൽ നിർമ്മിക്കാനെത്തിയ കോർപ്പറേഷൻ ജീവനക്കാരെയും തൊഴിലാളികളെയും നാട്ടുകാർ തടഞ്ഞു. 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കനത്ത പോലീസ് കാവലിൽ നിർമ്മാണം തുടരുകയാണ്. അതിനിടെ കല്ലായി റോഡ് ഉപരോധിക്കാൻ ശ്രമിച്ചവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മാലിന്യ പ്ലാന്റ് നിർമ്മാണത്തിന് ഹൈക്കോടതി ഏർപ്പെടുത്തിയ സ്റ്റേ നീക്കിയതോടെയാണ് കോർപ്പറേഷൻ നിർമ്മാണം പുനരാരംഭിച്ചത്. പ്രതിഷേധക്കാർക്ക് ഐക്യദാർഢ്യവുമായി UDF സംഘം സ്ഥലം സന്ദർശിച്ചു. കോർപ്പറേഷന്റെ ജനവിരുദ്ധ നീക്കത്തിനെതിരെ സമരക്കാർക്കൊപ്പം നിൽക്കുമെന്ന് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പറഞ്ഞു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് 6 കിലോ സ്വർണ്ണ മിശ്രിതം DRI പിടികൂടി. മാലിയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലെത്തിയ ഇൻഡിഗോ വിമാനത്തിൽ നിന്നാണ് സ്വർണം പിടിച്ചത്. ടോയ്ലറ്റിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു. തിരുവനന്തപുരം കരവാരം പഞ്ചായത്തിലെ വഞ്ചിയൂർ കട്ടപ്പറമ്പ് പാടശേഖരം വീണ്ടും തരിശായി. വർഷത്തിൽ 2 തവണ കൃഷി ഇറക്കിയിരുന്ന 85 ഏക്കറോളം പാടശേഖരമാണ് പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥ കാരണം തരിശായി കിടക്കുന്നത്. കരവാരം ഗ്രാമപഞ്ചായത്തിലെ വഞ്ചിയൂർ കട്ടപ്പറമ്പ് പാടശേഖരം 2010 വരെ തരിശായിരുന്നു. 2010-ൽ 85 ഏക്കർ പാടശേഖരം സമഗ്ര കാർഷിക വികസനവും തരിശുരഹിത പഞ്ചായത്തും എന്ന പദ്ധതിയിലൂടെ പൂർണ്ണമായി കൃഷിയോഗ്യമാക്കി. ചിറയൻകീഴ് താലൂക്കിലെ കാർഷിക മേഖലയിൽ ശ്രദ്ധേയമായ നേട്ടമായിരുന്നു കരവാരം ഗ്രാമപഞ്ചായത്ത് കൈവരിച്ചത്. വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികൾ, കേന്ദ്ര ആസൂത്രണ സമിതി അംഗങ്ങൾ, കാർഷിക മേഖലയിലെ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ ഈ പാടശേഖരങ്ങൾ സന്ദർശിച്ചിരുന്നു. തരിശുകിടന്ന 85 ഏക്കർ പാടം കർഷകരെ ബോധവൽക്കരിച്ചും ആദ്യഘട്ടത്തിൽ സൗജന്യമായി നിലമൊരുക്കിയും വിത്തും വളവും നൽകിയുമാണ് കൃഷിയിലേക്ക് തിരിച്ചെത്തിച്ചത്. കൃഷി തുടങ്ങിയപ്പോൾ കൊയ്ത്തിന് ആളെ കിട്ടാതായി. അതിനു പരിഹാരമായി ഗ്രാമപഞ്ചായത്ത് 25 ലക്ഷം രൂപ മുടക്കി സ്വന്തമായി ഒരു കൊയ്ത്ത് മെതിയന്ത്രം വാങ്ങി. സമയത്തിന് കൃഷി ചെയ്യാൻ വെള്ളം കിട്ടുന്നില്ല എന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 15ാം ധനകാര്യ കമ്മീഷന്റെ സ്പെഷ്യൽ പർപ്പസ് ഗ്രാന്റ് ഇനത്തിൽ 1 കോടി രൂപ കരവാരം ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ചു. അതിൻ്റെ പ്രോജക്റ്റ് അംഗീകരിച്ചു. പക്ഷേ 2020-ൽ വന്ന BJPയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ആ പദ്ധതി ഏറ്റെടുക്കാൻ തയ്യാറാത്തതിൻ്റെ ഫലമായി ഇന്നും കരവാരം ഗ്രാമപഞ്ചായത്തിൻ്റെ അക്കൗണ്ടിൽ 1 കോടി രൂപ വിശ്രമിക്കുകയാണ്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കരവാരം വഞ്ചിയൂർ കട്ടപ്പറമ്പിലെ കർഷകർ 1 വർഷമായി ഇത് തരിശിട്ടിരിക്കുന്നത്.
കാലാവസ്ഥാ വ്യതിയാനം മൂലം പലപ്പോഴും വെള്ളം കിട്ടാതെ കൃഷി നശിച്ചു. ഇതോടെ സമയത്ത് കൃഷിയിറക്കാനാകാതെ വന്നു. വാമനപുരം നദിയിൽ നിന്ന് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിലൂടെ വെള്ളം കൊണ്ടുവന്നാൽ 2 തവണ നെൽകൃഷിയും 1 തവണ ഇടവിള കൃഷിയും ഇറക്കാമെന്ന് കർഷകർ അറിയിച്ചു. ഇതിനായി 1 കോടി രൂപയും അനുവദിച്ചു. എന്നാൽ കരവാരം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വഞ്ചിയൂർ കട്ടപ്പറമ്പ് പാടശേഖരത്തിൽ കൊയ്ത്ത് മെതിയന്ത്രം നൽകാതെയും ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി നടപ്പാക്കാതെയും കൃഷിക്ക് ഒരു സഹായവും നൽകാത്ത നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് കർഷകർ പരാതിപ്പെടുന്നു. ഇതോടെ 85 ഏക്കർ നിലം 1 വർഷമായി തരിച്ചിടാൻ നിർബന്ധിതമായി. ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി നടപ്പാക്കണമെന്നും കൃഷിക്ക് വേണ്ട കൊയ്ത്ത് മെതിയന്ത്രവും മറ്റ് സഹായങ്ങളും നൽകണമെന്ന ആവശ്യവും പലപ്പോഴും ഭരണസമിതിക്ക് മുന്നിൽ ഉന്നയിച്ചിട്ടും നടപടിയുണ്ടായില്ല. പഞ്ചായത്ത് ഭരണസമിതിയുടെ നിലപാടിനെതിരെ കർഷകരെ സംഘടിപ്പിച്ച് അതിശക്തമായ സമരപരിപാടി നടത്തുമെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുഭാഷ് പറഞ്ഞു. ന്യൂസ് 18 ചിറയൻകീഴ്. മൂവാറ്റുപുഴ മണ്ണൂരിൽ നിർത്തിയിട്ട ടോറസിൽ കാറിടിച്ച് 1 മരണം. മലപ്പുറം സ്വദേശി ജിനീഷാണ് മരിച്ചത്. 3 പേർക്ക് പരിക്കേറ്റു. മലപ്പുറം സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് സംശയം. വയനാട് മുട്ടിലിനടുത്ത് ചിലഞ്ഞിപ്പാച്ചിലിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. വെണ്ണിയോട് സ്വദേശി ജയനാണ് മരിച്ചത്. ബൈക്കും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. കുറുമ്പാലക്കോട്ട സ്വദേശി ബിജുവിന് പരിക്കേറ്റു. കോഴിക്കോട് കൊടിയത്തൂരിൽ സ്കൂൾ ബസ്സുകൾ തടഞ്ഞ് നാട്ടുകാർ. കൊടിയത്തൂർ PTM ഹയർ സെക്കൻഡറി സ്കൂളിലെ ബസ്സുകളാണ് കാരക്കുറ്റിയിൽ നാട്ടുകാർ തടഞ്ഞത്. പൊട്ടിപ്പൊളിഞ്ഞതും ഇടുങ്ങിയതും വലിയ കയറ്റമുള്ളതുമായ റോഡിലൂടെ വലിയ ബസ്സുകളിൽ കുട്ടികളെ കൊണ്ടുപോകുന്നതിൽ ആണ് പ്രതിഷേധം. സ്കൂൾ കുട്ടികളുമായി എത്തിയ 3 ബസ്സുകളാണ് നാട്ടുകാർ തടഞ്ഞത്. ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് തുടക്കമായി. കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്താണ് കായികമേള നടക്കുന്നത്. 7 ഉപജില്ലകളിൽ നിന്നായി 2000-ത്തിലധികം താരങ്ങളാണ് പങ്കെടുക്കുന്നത്. ഗുരുവായൂർ സംഗീത സാന്ദ്രം. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് ചെമ്പൈ സംഗീതോത്സവം തുടരുകയാണ്. സംഗീതോത്സവം ആസ്വദിക്കാൻ 100 കണക്കിന് പേരാണ് എത്തുന്നത്. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് നടക്കുന്ന ചെമ്പൈ സംഗീതോത്സവത്തിൽ സുധാ രഞ്ജിത്ത് കച്ചേരി നടത്തി. മാഞ്ഞൂർ രഞ്ജിത്ത് വയലിനും ആലുവ ഗോപാലകൃഷ്ണൻ മൃദംഗവും ആലപ്പുഴ ജി മനോഹർ ഘടകവും കണ്ണൂർ സന്തോഷ് മുഖർശംഖും വായിച്ച് ബക്കമേളം തീർത്തു. സാകേതരാമൻ വോക്കൽ കച്ചേരി അവതരിപ്പിച്ചു. NC മാധവ് വയലിനും N ഹരി മൃദംഗവും ട്രിച്ചി മുരളി ഘടകവും വെള്ളിനേഴി രമേശ് മുഖർശംഖും അവതരിപ്പിച്ചു. ഇഞ്ചുകുടി സുബ്രഹ്മണ്യൻ നാദസ്വര കച്ചേരി അവതരിപ്പിച്ചു. നെല്ലായി കെ വിശ്വനാഥൻ വയലിനും വൈപ്പിൻ സതീഷ് മൃദംഗവും തൃക്കാക്കര വയ്യൻ ശാന്താറാം കഞ്ചിറ എണ്ണക്കാട് മഹേശ്വരൻ ഘടകവും അവതരിപ്പിച്ച് പക്കമേളം തീർത്തു. ന്യൂസ് 18 ഗുരുവായൂർ. ഭവന നിർമ്മാണ പദ്ധതിയുടെ പേരിൽ 1 കോടിയിലേറെ രൂപ പിരിച്ചെടുത്ത സംഘം മലപ്പുറം മഞ്ചേരിയിൽ അറസ്റ്റിൽ. എന്റെ ഉസ്താദിന് ഒരു വീട് ഭവന പദ്ധതി എന്ന പേരിലാണ് സംഘം പണം നാട്ടുകാരിൽ നിന്ന് പിടിച്ചെടുത്തത്. മുഹമ്മദ് ഷഫീഖ്, മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ, ഷൌക്കത്ത് അലി എന്നിവരാണ് പിടിയിലായത്. സംഭവത്തിൽ ഒരാളെ കൂടി പിടികൂടാനുണ്ട്. 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെയാണ് ആളുകളിൽ നിന്നും ഇവർ പിരിക്കുന്നത്. തിരികെ വാർത്തകളിലേക്ക്. 400 മില്ലി സ്വർണത്തിൽ തീർത്ത കുഞ്ഞൻ ലോകകപ്പ് മാതൃക കൗതുകമാകുന്നു. മഞ്ചേരി തൃപ്പനച്ചി AUP സ്കൂൾ സാമൂഹ്യശാസ്ത്ര അധ്യാപകൻ അബ്ദുൾ അലിയുടെ ശേഖരത്തിലാണ് ഈ കുഞ്ഞു ലോകകപ്പ് ഉള്ളത്. കൊണ്ടോട്ടിയിലുള്ള സുഹൃത്തിന്റെ സഹായത്തോടെ 5 വർഷം മുമ്പാണ് അബ്ദുൾ അലി ഈ മാതൃക തയ്യാറാക്കിയത്. തനി തങ്കത്തിലാണ് ഇതിന്റെ നിർമ്മാണം. നേരത്തെ 900 മില്ലി സ്വർണത്തിൽ ഇത്തരത്തിൽ ലോകകപ്പ് മാതൃക നിർമ്മിച്ചത് ഇറ്റലിക്കാരനായ ജോർജ് ആണ്. 2018 വേൾഡ് കപ്പിന് മുന്നേയായിട്ടാണ് ഈ സ്വർണത്തിൻ്റെ വേൾഡ് കപ്പിൻ്റെ മാതൃക നിർമ്മിക്കുന്നത്.
അപ്പോൾ ഞാനിങ്ങനെ ഈ വേൾഡ് കപ്പ് നടക്കുന്നതിന് മുന്നേ വാർത്തകൾ പത്രങ്ങളൊക്കെ വരാറുണ്ട്. നെറ്റിൽ സെർച്ച് ചെയ്തു. ഇന്ന് ലോകത്ത് നിർമ്മിച്ച വേൾഡ് കപ്പിൻ്റെ ഏറ്റവും ചെറിയ മാതൃക. അപ്പോൾ അവിടെ കാണുന്നത് ഇറ്റലിയുടെ ജോർജൻസ്റ്റൺ എന്നറിയപ്പെടുന്ന ഒരാളാണ് 900 മില്ലിയിൽ ഒരു വേൾഡ് കപ്പിൻ്റെ മാതൃക നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇറ്റലിക്കാർക്ക് 900 മില്ലി കൊണ്ട് ഒരു വേൾഡ് കപ്പിൻ്റെ മാതൃക നിർമ്മിക്കാമെങ്കിൽ എന്തുകൊണ്ട് അതിലും ചെറിയ ഒരു വേൾഡ് കപ്പ് മലപ്പുറത്തുകാർക്ക് നിർമ്മിച്ചുകൂടാ? മഞ്ചേരി തൃപ്പനച്ചി AUP സ്കൂളിൽ സാമൂഹ്യശാസ്ത്ര അധ്യാപകൻ അബ്ദുൾ അലി തന്റെ സ്കൂളിലെ കുട്ടികൾക്കായി ഈ ലോകകപ്പ് പ്രദർശനത്തിന് വെച്ചിരുന്നു. ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട വിവിധ രാജ്യങ്ങൾ ഇറക്കിയ സ്റ്റാമ്പുകളുടെ പ്രദർശനവും സ്കൂളിൽ നടന്നു. ഇതോടൊപ്പം ലോകകപ്പ് മത്സരത്തിൽ പങ്കെടുക്കുന്ന 32 രാജ്യങ്ങളുടെ പതാകകളും സ്കൂളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ന്യൂസ് 18 മഞ്ചേരി. ഏറ്റവും ഉയരമുള്ള മെസ്സിയുടെ ഫ്ലെക്സ് ഇനി മലപ്പുറം മഞ്ചേരിക്ക് സ്വന്തം. 17 നില ഉയരത്തിലാണ് ഫ്ലെക്സ്. മഞ്ചേരിയിൽ 150 അടി ഉയരത്തിൽ മെസ്സി. IMA കവളങ്ങാട് നിർമ്മിക്കുന്ന 23 നില കെട്ടിട സമുച്ചയത്തിലാണ് മെസ്സിയുടെ കൂറ്റൻ ഫ്ലെക്സ്. 1 ലക്ഷം രൂപ ചെലവിലാണ് സ്ഥാപിച്ചതെന്ന് IMA ഭാരവാഹികൾ പറയുന്നു. ഏകദേശം ഒരു 20-25ഓളം തൊഴിലാളികൾ ഒരു 10 മണിക്കൂറോളം ജോലി ചെയ്തിട്ടാണ് ഇത് സ്ഥാപിച്ചത്. നമുക്ക് ഏകദേശം നമ്മുടെ ഒരു 17 നില വരെ ഒരു ഉയരം ഉള്ള ഒരു ഫ്ലെക്സാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഏകദേശം 23 നിലയാണ് നമ്മുടെ മൊത്തം ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് വരുന്നത്. അതിൽ തന്നെ ഏകദേശം നമുക്കൊരു 2 ലക്ഷം രൂപയോളം ഇതിനുള്ള ചെലവും വന്നിട്ടുണ്ട്. 17 നില ഉയരത്തിലാണ് ഫ്ലെക്സ്. 150 അടി ഉയരവും 40 അടി വീതിയുമുള്ള 6 ഭാഗങ്ങളാക്കിയാണ് ഫ്ലെക്സ് തയ്യാറാക്കിയിരിക്കുന്നത്. കെട്ടിടത്തിന്റെ നിർമ്മാണം നടക്കുന്നതിനാൽ ഓരോ നിലയിലെയും സ്കാഫോൾഡ് പ്രയോജനപ്പെടുത്തിയാണ് 20ഓളം തൊഴിലാളികൾ ഫ്ലെക്സ് സ്ഥാപിച്ചത്. ലോകകപ്പ് ആവേശം വാനോളം ഉയർത്തുകയാണ് സംഘാടകർ. ന്യൂസ് 18 തിരൂർ. അരമണി തൂക്കം വരുന്ന സ്വർണത്തിൽ കുഞ്ഞു ഫുട്ബോൾ ലോകകപ്പ് ഉണ്ടാക്കി കാസർഗോഡ് സ്വദേശി വെങ്കടേഷ് ആചാര്യ. കട്ടൌട്ടുകളും കൊടിത്തോരണങ്ങളും വെച്ച ആരാധകർ നാട് കീഴടക്കുമ്പോഴാണ് കരവിരുതുകൊണ്ട് വെങ്കടേഷ് വിസ്മയം തീർക്കുന്നത്. ലോകകപ്പിന്റെ കുഞ്ഞു മാതൃക സ്വർണത്തിൽ തീർത്തിരിക്കുകയാണ് മുള്ളേരിയ സ്വദേശി വെങ്കടേഷ് ആചാര്യ. അരിമണിയുടെ വലുപ്പത്തിൽ 60 മില്ലിഗ്രാം സ്വർണത്തിൽ ഒറ്റ ദിവസം കൊണ്ടാണ് വെങ്കടേഷ് സ്വർണക്കപ്പ് നിർമ്മിച്ചത്. ഞാനിപ്പോൾ ഉണ്ടാക്കിയ വേൾഡ് കപ്പിന് ഫിഫ വേൾഡ് കപ്പ് മൈക്രോ ആർട്ടായി ചെയ്തത്. അത് ചെയ്തത് 60 മില്ലി സ്വർണ്ണം കൊണ്ടുണ്ടാണ്. ഏറ്റവും ചെറിയതാണ്. അത് അരിമണിക്കാൽ വലുപ്പമുള്ള സാധനമാണ്. അത് കുറേ പ്രാവശ്യം ചെയ്തതാണ്. ഇപ്പോൾ എല്ലാവരും ഫുട്ബോളിൻ്റെ ആഘോഷമല്ലേ, അതിന് വേണ്ടിയിട്ട് ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്തതാണ്. നേരത്തെയും മൈക്രോ കലാസൃഷ്ടികളിലൂടെ വെങ്കടേഷ് ശ്രദ്ധയാകർഷിച്ചിരുന്നു. ശിവരാത്രിയോടനുബന്ധിച്ച് ലെഡിൽ കടുകുമണിയേക്കാളും ചെറിയ ശിവലിംഗം ഉണ്ടാക്കിയും സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കുഞ്ഞു ദേശീയ പതാക തീർത്തും ഇദ്ദേഹം ശ്രദ്ധ നേടിയിരുന്നു. അരിമണിയിലും ലെഡിലും തീപ്പെട്ടിക്കമ്പിലും ശില്പങ്ങൾ ഉണ്ടാക്കിയാണ് വെങ്കടേഷ് തന്റെ പ്രതിഭ തെളിയിക്കുന്നത്. ഗിറ്റാർ, കുരിശിൽ തറച്ച യേശു, ലോകകപ്പ് എന്നിവ പെൻസിൽ മുനയിൽ തീർത്തും ക്രിസ്മസിന്റെ ഭാഗമായി തീപ്പെട്ടിക്കമ്പിന്റെ അറ്റത്ത് പുൽക്കൂടുണ്ടാക്കിയും അരിമണിയിൽ ഈദ് മുബാറക് എന്നെഴുതിയും വെങ്കടേഷ് കയ്യടി നേടിയിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. പയ്യന്നൂരിലെ മിനി ലോകകപ്പ് ടൂർണമെന്റിൽ ബ്രസീലിനെ പരാജയപ്പെടുത്തി അർജന്റീന കപ്പുയർത്തി. പയ്യന്നൂർ SAB PTMS തൈനേരി സ്കൂളിലാണ് അത്യന്തം ആവേശം നിറഞ്ഞ കലാശ പോരാട്ടത്തിൽ അർജന്റീന വിജയകിരീടം ചൂടിയത്. ഈ റിപ്പോർട്ടോടുകൂടി നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. പയ്യന്നൂർ തായ്നേരിയിലെ മൈതാനത്തിലാണ് ആവേശകരമായ മിനി ലോകകപ്പ് മത്സരം നടന്നത്. ചുറ്റും തിങ്ങി നിറഞ്ഞ 100 കണക്കിന് ആരാധകരെ ആവേശത്തിരയിലേറ്റിയ നിമിഷങ്ങളായിരുന്നു അത്. ഗോളെന്നുറപ്പിച്ച നിമിഷങ്ങളെല്ലാം ആർപ്പുവിളികളും ആരവങ്ങളുമായി കാണികളുടെ പ്രോത്സാഹനം. ഫുട്ബോൾ എന്ന് പറയുന്നത് മറ്റെല്ലാ കളികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ലോകത്തിലുള്ള മുഴുവൻ ആളുകളെയും ഒന്നിപ്പിക്കുന്ന ഒരു പ്രത്യേക വികാരമാണ്. ആ വികാരത്തിൽ ഈ ഗ്രാമത്തോടൊപ്പം ഈ നാടിനോടൊപ്പം ഞങ്ങളും ഞങ്ങളുടെ കുട്ടികളും അലിഞ്ഞു ചേരുകയാണ്. ബ്രസീലും ഫ്രാൻസും അർജന്റീനയും പോർച്ചുഗലും തമ്മിലായിരുന്നു മിനി ലോകകപ്പിലെ മത്സരങ്ങൾ. ഫ്രാൻസിനെ പരാജയപ്പെടുത്തി ബ്രസീലും പോർച്ചുഗലിനെ പരാജയപ്പെടുത്തി അർജന്റീനയും സ്വപ്ന ഫൈനലിൽ കടന്നു. ഒടുവിൽ ആവേശ മലതല്ലിയ ഫൈനൽ മത്സരത്തിൽ അർജന്റീനയ്ക്ക് വിജയം.
തുടർന്ന് നടന്ന അധ്യാപകരുടെ സൗഹൃദ മത്സരത്തിൽ അർജന്റീനയും ബ്രസീലും സമനില കൈവരിച്ചു. നമ്മളെ അർജന്റീനക്കെതിരെ ആര് വന്നാലും നമ്മൾ ജയിക്കും, അത് ഉറപ്പാണ്. മെസ്സി എത്ര ഗോൾ വേണമെങ്കിലും അടിക്കും, ആർക്കും മെസ്സിനെ തോപ്പിക്കാനാവില്ല. പ്രിൻസിപ്പാൾ SM സന്തോഷ്, പ്രധാന അധ്യാപകൻ KR വിനോദ്, ഹാഫിസ് അസ്ലം, റഫീഖ് K, കായികാധ്യാപകരായ K മഹ്റൂഫ്, C രഘു എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് 18 പയ്യന്നൂർ.